ഹരി ഓം ഹരി ഓം സ്വാമി. അപ്പൊ നമ്മള് നിർത്തിയത് ആ ഒരു റിവൈസ്ഡ് പുതുക്കിയ ഒരു ഫോം, ആ സ്ട്രക്ചറൽ മോഡലിനെ കുറിച്ചായിരുന്നു ബെർഗ്സൺ പ്രപ്പോസ്. അത് എന്താണ്, ആ രണ്ട് ഇതൂടെ വേണം. അതായത് വൺ സൈഡഡ് റിലേറ്റിവിറ്റിക്ക് പകരം അതായത് റെസിപ്രോസിറ്റി ഉള്ള റിയലിസ്റ്റിക്കും ഐഡിയലിസ്റ്റിക്കുമായിട്ടുള്ള ആ ഒരു ക്യാരക്ടർ ഉള്ള ആ രീതിയിലുള്ള ഒരു അപ്രോച്ച് ഉണ്ടെങ്കിൽ, അതായത് സ്പേസും ടൈമും ഡ്യൂ ഇത് കൊടുത്ത് അബ്സല്യൂട്ട് സ്റ്റേറ്റസ് പോലെ ഉണ്ടായി, അങ്ങനെ ഒരു റിയലിസ്റ്റിക്കും എന്നാൽ ഐഡിയലിസ്റ്റിക്കുമായിട്ട് ടൈമിനും സ്പേസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പം ആ റിയലിസ്റ്റിക്കിൽ നിന്ന്, അതായത് ഇനേർഷ്യൽ ഫീൽഡ് ഓഫ് ഐൻസ്റ്റൈനിന്റെ ആ തലത്തിൽ നിന്നും ഐഡിയലിസ്റ്റിക് തലത്തിലോട്ട് പോകുമ്പോൾ ഇറ്റ് ഈസ് ഇക്വലന്റ് ടു ദിസ് ഫിസിക്സ് ആൻഡ് മെറ്റാഫിസിക്സ് റിക്വയർമെന്റ്സ് പോലെ. അങ്ങനെ ആ ഒരു തലത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യാൻ. ഇത് രണ്ടും പറയുമ്പം ഈ രണ്ടിനും അമ്മ ഇന്നലെ പറഞ്ഞായിരുന്നു, ടൈം ഉണ്ട്, സ്പേസ് ഉണ്ട്, ഗ്രാവിറ്റേഷണൽ ഇതുണ്ട്. അപ്പം ഗ്രാവിറ്റേഷണൽ, ജസ്റ്റ് റീകാപ്പുലേറ്റിംഗ്, ഗ്രാവിറ്റേഷണൽ ഇത് വരുന്നതാണ് നമ്മൾ, അതായത് ഈ തിയറി ഐൻസ്റ്റൈൻസ് തിയറി അല്ലേ? ഐൻസ്റ്റൈൻ തിയറി വിത്ത് ദിസ് റെഫറൻസ് ടു ദി സ്പെഷ്യൽ തിയറി ആണ് പറയുന്നത്. അപ്പോ അതിന് വിത്ത് റെഫറൻസ് ടു ദാറ്റ് പോയിന്റ് വിച്ച് വാസ് മെൻഷൻഡ് ബിഫോർ, അതിനെ റിഫർ ചെയ്തല്ലേ ബെർഗ്സൺ പറയുന്നത്. അപ്പൊ അത് അതിനകത്തെ ടൈം ഡൈലേഷൻ, ലെൻസ് കോൺട്രാക്ഷൻ, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം സ്പെഷ്യൽ ഫീൽഡ് തിയറി വെച്ചായിരുന്നു. അപ്പൊ അതിനകത്ത് പക്ഷെ അത് ഉപയോഗിച്ച് ഒരു യൂണിഫൈഡ് ഫീൽഡ് തിയറി ഉണ്ടാക്കാൻ സഫലീകരിച്ചില്ല. അതിന്റെ പോരായ്മ എന്തായിരുന്നു എന്ന് പറഞ്ഞിട്ട് ബെർഗ്സൺ അതിനൊരു പ്രൊവിഷൻ പറഞ്ഞു, ഒരു ഷോർട്ട് കമ്മിങ് ഓവർകം ചെയ്യാനും ടൈമിന്റെ ഫാക്ടറിന് ഡ്യൂ ഇമ്പോർട്ടൻസ് കൊടുക്കണമായിരുന്നു, പരിഗണന കൊടുക്കണമായിരുന്നു എന്ന് പറഞ്ഞിട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അതിനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം ഒരു സ്ട്രക്ചറലിസം വരുത്താൻ നോക്കിയത്. അപ്പോൾ ആ സ്ട്രക്ചറലിസത്തിന്റെ ആ മോഡൽ വിത്ത് റെസ്പെക്ട് ടു ദിസ് തിയറി ഓഫ് റിലേറ്റിവിറ്റി ആണ് അദ്ദേഹം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അവിടാണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ, അതായത് ഐൻസ്റ്റൈനിന്റെ റിയലിസ്റ്റിക് അപ്രോച്ച് അല്ലെങ്കിൽ ആ സ്പേസ് ടൈമിന് അങ്ങനെ ഒരു ഡയമെൻഷൻ മാത്രം പറഞ്ഞിട്ട് ടൈമിന് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. അത് ബിറ്റ്വീൻ സ്പേസ് ആൻഡ് ടൈം റെസിപ്രോസിറ്റിക്ക് ഇമ്പോർട്ടൻസ്, ബോത്ത് ഷുഡ് കോംപ്ലിമെന്റ് ഈച്ച് അതറിന് ആ രീതിയിൽ എടുക്കാത്തതും കൊണ്ടാണ്. ആ രീതിയിൽ എടുത്താൽ കുറച്ചുകൂടി ഒരു ഐഡിയലിസ്റ്റിക് ആയിട്ട് ഉള്ള ഒരു പിന്നെ അപ്രോച്ച് ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ഉണ്ടാവുന്ന ആ മോഡൽ ഓഫ് സ്ട്രക്ചറലിസം, it would be, both would be there, both characteristics would be there. That is realistic, real ആയിട്ടുള്ളതും and idealistic, അതായത് ഫിസിക്സും മെറ്റാഫിസിക്സിന്റെയും ഒരു കോമ്പിനേഷൻ ആ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുപോലെ ആയിരുന്നേനെ. അതിനനുസരിച്ച് പുള്ളിക്കാരൻ ഒരു പ്രപ്പോസൽ ഈസ് പുട്ടിംഗ് ഫോർത്ത് a new model of structuralism which is not based on one-sided relativity but in favor of reciprocity. Consists of time, space as well as this gravitational this thing. More than gravitational thing, only the theory is based on gravitational force. The second one, the special Einstein's theory, does not have what do you call that? അപ്പൊ അതാണ് കൂടുതൽ കോസ്മോസിലേക്ക് പോകണമെന്ന്, അസ്ട്രോഫിസിക്സും കോസ്മോസിലേക്ക് പോകുന്നത് അതുകൊണ്ട്. അപ്പൊ ഐഡിയലി ഈ പറയുന്ന രണ്ട് സ്പെഷ്യൽ തിയറിയും ജനറൽ തിയറിയും അതും അതിന്റെ ഈ രണ്ടുകൂടി തമ്മിൽ യോജിപ്പിച്ച് ഒരു ഐഡിയലിസ്റ്റിക് ആൻഡ് റിയലിസ്റ്റിക് ഫ്രെയിമില് കൊണ്ടുവരാൻ ആണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അത് മാത്രമല്ല, ഈ രണ്ട് തിയറിയിലും സ്പേസിനും ടൈമിനും യൂണിറ്റീവായിട്ടുള്ള ആ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ, അതായത് രണ്ടും കമ്പൈൻ ചെയ്തെടുക്കുന്നതിന് പകരം ഓരോത്തിനും റെസിപ്രോക്കൽ, പിന്നെ വൺ ഷുഡ് കോംപ്ലിമെന്റ് ദി അതർ
one should support the other, mutually support the other എന്നുള്ള രീതി. ആ രീതിയിൽ വരും രണ്ട്. അങ്ങനെ എടുത്താല് then what he says is we can give one structuralism നമുക്കൊരു മോഡൽ കൊടുക്കാൻ പറ്റും വിത്ത് റെഫറൻസ് ടു ദിസ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പ്രപ്പോസ് ചെയ്യാണ് ആ പുതിയ വേർഷൻ, ആ പുതിയ ഫോം ഓഫ് ദാറ്റ് മോഡലാണ് അദ്ദേഹം ഇപ്പൊ പ്രപ്പോസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ഇൻ ദ ലൈറ്റ് ഓഫ് ഫിലോസഫി. അതാണ് ബെസ്റ്റ് തിങ്. ഐഡിയലിസ്റ്റിക് ആയതുകൊണ്ട് സ്കീമ മോട്ടിയോർ എന്ന് പറയുന്നത് എന്തോ schema motive. That is, it can be represented as a schematic diagram. ആ schematic diagram ആണ് നമ്മൾ പണ്ടത്തെ പറയുന്ന സ്ട്രക്ചറലിസത്തിന്റെ ഹോറിസോണ്ടൽ ലൈൻ, വെർട്ടിക്കൽ ലൈൻ, ഓർക്കുന്നുണ്ടോ? That is the schema motive for us. Here it will be that. അപ്പോ then what, അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ആ ലൈനിലോട്ടാണ് പോകുന്നത്. അപ്പൊ it is in context to this that he is developing that what you call that model of structuralism. അപ്പോൾ അങ്ങനെ ബർഗ്സന്റെ പിന്നെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഈ അടുത്ത വലിയ ചാപ്റ്ററിൽ അതിലേക്ക് പോകുന്നത്. നെക്സ്റ്റ് സ്കീമ മോട്ടീവ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു സെന്റൻസ്, ഒരു ബ്യൂട്ടിഫുൾ സെന്റൻസ് ആണ് അത് ഇന്നലെ നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്തേ ഉള്ളൂ. പക്ഷെ അതിനകത്തെ ഉൾക്കാമ്പ് അതാണ്. അതായത് ഈ ഇദ്ദേഹം പറഞ്ഞ ഈ സ്കീമ മോട്ടീവിൽ ഇതാണ് ഇൻവോൾവ് ചെയ്യുന്നത്. What we should specifically note here is that even the colorful material world spread out before the vision is capable of being fitted onto an inner geometrical frame of reference, just as a tailor cuts a piece of cloth when fitting a coat. അപ്പം എന്തായാലും ശരിക്കും അതൊരു സാധക പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ you have this colorful material world outside, Maya logam. Then essentially what he is referring to is that you can create or a geometrical frame എന്ന് പറയുന്നത് ഒരു ഇമേജ് നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഇത് എത്ര കളർഫുൾ ആയാലും യു ക്യാൻ ബി ഫോക്കസ്ഡ്. ആന്തരികമായിട്ട് ഒരു നമുക്കൊന്ന് രൂപീകരിക്കാൻ പറ്റും. ഇത് ഇങ്ങനെ വൈഡായിട്ട് കിടന്ന് തന്നാൽ തന്നെയും യു ഹാവ് ടു, കാരണം എപ്പോഴും സാധകനെ പറഞ്ഞിട്ട് ഗുരുജി പറയുമല്ലോ, നിങ്ങൾ എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കണം. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ബാലുജിയുടെ ആ ടോക്കിൽ കേട്ടപ്പോഴും അദ്ദേഹം പറയുന്നത്, നമ്മുടെ ചിന്നക്കണ്ണ ആശ്രമത്തിൽ പറഞ്ഞ, ഹി വാസ് വെരി എംഫസൈസിങ് ഒരു സാധാരണ സാധകനും നോൺ സാധകനും തമ്മിലുള്ള ഒരു മെയിൻ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, മറ്റേ നോൺ സാധകനെ സംബന്ധിച്ചിടത്തോളം ഹി ഈസ് ഗൈഡഡ് ബൈ ദ മൈൻഡ്. ഇപ്പം ഗൈഡഡ് ബൈ ദ മൈൻഡ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ നോക്കാം, ഇപ്പൊ നമ്മൾ എവറി ഡേ വി ആർ റീഡിങ് ഇൻ ന്യൂസ് പേപ്പർ വെറിൻ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതിനപ്പുറം തന്നെ ഇപ്പം the crimes are being committed between couples, how children are being misused. See how the world. So these are wherein you see that you are not able to control your mind, or you are under the control of the mind. Mind. See, you are ഇപ്പം ഡ്രഗ്സ് ആയാലും ഇതും എല്ലാം, you are being taken out by something outside. ആ കളർഫുൾ ഇതിൽ നിൽക്കുകയാണ്. You are not having a focus. അപ്പം that is what distinguishes. അപ്പൊ ആ മെറ്റാഫിസിക്കൽ, ഇപ്പൊ it's not negating the realistical what we see. We not one fine day say that what we see by your naked eyes is not real. You take it out. One day you find you cannot say that. But having said that, that is why Nataraja Swamiji is saying that there should be a normalistic frame of reference, wherein you should be able to form a geometrical frame of reference that is
you have a focus how the geometry has to be formed, and you have to cut and integrate every piece that you do, your every work that you do every day. What are your daily job? That should be focused. അതാണ് ഈ പറയുന്നത്. ഇപ്പൊ സാധന നമ്മൾ ചെയ്തൊരു സാധകൻ അവന്റെ നിത്യവൃത്തി ചെയ്യുമ്പോൾ തന്നെ അവന് ആ ഒരു ജപ സാധകനാണെങ്കിൽ അവൻ ജപം ഓട്ടോമാറ്റിക്കലി നടന്നുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഇഫ് ഈസ് ഫോക്കസ്ഡ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഒരു പൂജ ചെയ്യുന്ന തന്നെ ആണെങ്കിലും ആ സമയത്ത് അവൻ ചെയ്യുമ്പോൾ rather than thinking that someday I have to finish and go home, or how much he would give me if I do this puja, rather than that, if you are able to say pray for that soul who has reposed faith upon you, and suppose if I am being myself a lawyer, if somebody is giving a brief to me, see, I cannot survive without say the material this thing that has been given to me in the form of a brief, that is my remuneration. But having taken something from somebody, client, at least that's what. See, you should not one day say that this is a material, that we are not saying that. So trying to bring about that is amalgamation. That normally takes you, that makes you have a control of your mind. So, that's it. അപ്പം ദാറ്റ് ഇസ് സംതിങ് ഇവിടെ ഇതിന് അത്ര നമുക്ക് വേണമെങ്കിൽ ആ ഒരു സെന്റൻസ് ശരിക്കും നമുക്ക് കൊണ്ടുപോകാം. അപ്പം ദാറ്റ് ഇസ് ഈ ട്രൈങ് ടു ഇന്റഗ്രേറ്റ് ദാറ്റ്. അതാണ് കൊണ്ടുവരുന്നത്. അതായത് എന്ത് പുറം മാനിഫെസ്റ്റേഷൻ ഓഫ് റിയൽ സുപ്രീമിന്റെ മാനിഫെസ്റ്റേഷൻ പല രീതിയിൽ നമുക്ക് നമ്മുടെ മുമ്പേ വൈവിധ്യമാർന്ന ആ രംഗങ്ങൾ കണ്ടെത്താം. അതിന്റെ പിന്നെ അതിനെക്കുറിച്ച് യു ഹാവ് ടു ഗോ ടു ദ into the inner part of your existence and stand there at that level, at that consciousness level, and be in the present, view it, and then have that inner reference, inner speculation or inner observation and inner analysis. ആ കോൺസെൻട്രേഷൻ ആ തലത്തിൽ ഉണ്ടായിട്ട് ആ വീക്ഷണത്തിനെ കാണുവാണെങ്കിൽ പ്രസന്റിൽ നിന്ന് not depending on your mind to see that and give it any attributes. On the other hand, to stand neutral and view it as it is and what it is, angana aa reethiyil without giving any attributes, and the full focus your consciousness on that, aa talathil nikkuvanengil അങ്ങനെ വേണം. അങ്ങനെയാണ് ഒരു so just same way, that is the tailor he cuts, but then even if he cuts, he knows he has to depend on his innermost awareness, and in the present he has to be, as you said, for the customer who has come, his dimension, his measurements and his figure, accordingly the thing which has to be designed, he has to accordingly stitch those pieces together and to get that shape. So he relies much on that inner geometrical frame of reference, what we call that high level of awareness. He depends on that. And same way, even we beings, when we exist on that earth plane, whatever happens around us, all that has to be viewed in a present state of mind, with not mind going to the past or the present, but being past or the future, but being in the present, and therefore being in the consciousness level and see it without giving any attributes to it. അപ്പൊ അങ്ങനെ ഒരു ഇത് വേണം എന്ന് പറഞ്ഞാൽ ഒരു ലൈനില് ആ സ്ട്രക്ചറൽ മോഡൽ നോക്കിയാൽ, ഹോറിസോണ്ടൽ പ്ലെയിനില് വൈവിധ്യമാർന്ന പല കാര്യങ്ങൾ, മറുവശത്ത് you have the vertical thing where you go inward and up the pole, അങ്ങനെ വെർട്ടിക്കലൈസ്ഡ് ആയിട്ട് പോകുന്നത്. ഇത് രണ്ടും ആണുള്ളത്. അത് ബഗ്സിന്റെ എല്ലാ വർക്കിലും അങ്ങനെ ഉണ്ട്. അപ്പൊ ഇനി അടുത്തത് പറയുന്നത് സെയിം തിങ്, he applies it to that field theory. He starts with the field theory, but then
And Einstein's not the field theory, the relativity, the theory of relativity, it involves movement. So he starts with this theory of relativity, the model of that structuralism, or that model, the new model which he is proposing based on what we spoke just about. In that context, he is starting with that, going to apply that model to the theory of relativity. So he starts with the theory of relativity, but then slowly the discussion as we go on, we go from the realistic apparent world, outside world, slowly those movements involved over there, those movements of objects, movements of bodies, movements of actions from those bodies, interactions from those bodies, all that he goes through, all those views, and then ultimately he comes to that body, that the body is not just a viewer of external happenings and movements, but that viewer as within him an inner geometrical frame എന്ന് പറഞ്ഞതുപോലെ ഉള്ളില് അവിടെ ഒരു മൂവ്മെന്റ് ഉണ്ട്, a more genuine vibration or movement is there. That vibration is out of an effort of that body or the being. അപ്പോൾ അതും ഒരു മൂവ്മെന്റ് ആണ്. അപ്പൊ എക്സ്റ്റേണൽ മൂവ്മെന്റും ഈ ഇന്റേണൽ മൂവ്മെന്റും from one level to a more, from level of the mind, psychological level to the, that is observational level എന്ന് മാത്രമല്ല, to a idealistic state. റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഈ ജോമെട്രിക് ഫ്രെയിം ഓഫ് മൈൻഡിൽ നിൽക്കുമ്പം നോട്ട് ഓൺലി ആ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്നത്, പക്ഷെ മോർ ടുവേർഡ്സ് ദ ഐഡിയലിറ്റിക് സൈഡിലോട്ട് പോകുന്ന അതും ഒരു മൂവ്മെന്റ് ആണെന്ന് ഓവറോൾ പറഞ്ഞിട്ട്, അപ്പോൾ ഈ മൂവ്മെന്റും ആ മൂവ്മെന്റും എക്സ്റ്റേണൽ മൂവ്മെന്റും എടുക്കുമ്പം external movement is outside in the world, internal movement is another one. So these two can be referred to as relative movements. പക്ഷെ പിന്നെ ആ പറയുന്ന ഒരു ഫൈനൽ പോയിന്റിൽ എന്ത് ചോദിക്കുന്നുണ്ട്, ഇന്റേണൽ മൂവ്മെന്റ് ആയിട്ട് എടുക്കാൻ പറ്റുമോ സ്പേസില്, പിന്നെ ലൈറ്റിന്റെ ട്രാവലിംഗ് വെച്ച് നോക്കുമ്പം ഈ കൺസെപ്ഷനും പെർസെപ്ഷനും ഒക്കെ അതായിട്ട് ഹ്യൂമൻ മൈൻഡിനകത്തെയും മറ്റേത് കൺസിഡർ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ആ തരമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ലാസ്റ്റിൽ വന്ന് അവസാനിക്കുന്നത് അവിടെ. അപ്പൊ അതിന്റെ കാര്യമാണ്. I think this particular paragraph has a wide sphere of knowledge. I think we should go one by one. So in short, this was told. In short, it was told. So we are starting with that theory of relativity. Yes. Radical relativity of movement. I'll read that sentence. We have, however, to recapitulate what we have said once before about idea of a body and about absolute movement. This double series of considerations permitted us to come to the conclusion about the radical relativity of movement, as much as it is displacement in space. അപ്പോൾ സ്പേസ് ഫാക്ടർ ഉണ്ട് അവിടെ, തിയറി ഓഫ് റിലേറ്റിവിറ്റി ആണ്, മൂവ്മെന്റ് ഉണ്ട്, ബോഡി അല്ലേ, അപ്പൊ അതെല്ലാം ഉണ്ട്, മൂവ്മെന്റ് ഉണ്ട്. Then he uses that is ബോഡി മൂവ്മെന്റുമായിട്ടുള്ള ഒരു ഇതാണ് ഈ റാഡിക്കൽ റിലേറ്റിവിറ്റി ഓഫ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതെന്താന്ന് മനസ്സിലായില്ല. നമ്മുടെ ഇതിനകത്ത് ഐൻസ്റ്റൈൻസിന്റെ തിയറി അതല്ലേ, റിലേറ്റിവിറ്റി ഓഫ് മോഷൻ അല്ലേ, റിലേറ്റിവിറ്റി ഓഫ് മൂവ്മെന്റ് അല്ലേ. അപ്പൊ ആ സംഗതി തന്നെയാണ് പറയുന്നത്. ബോഡി എന്ന് പറയുന്നത് ഏത് ബോഡി വേണമെങ്കിലും, ഗ്രഹങ്ങളാകാം, യന്ത്രങ്ങളാകാം, അപ്പൊ ഇനേർഷ്യൽ ഒരു ഫ്രെയിം വരുന്നതും പിന്നെ ആ ഒരു മൂവ്മെന്റും വരുന്നത് അതാണ് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഇൻ സ്പേസ് എന്ന് പറയുമ്പോൾ അത് മാറുമല്ലേ, നീങ്ങുമല്ലേ. അപ്പൊ സ്പേസ് ഫാക്ടർ XYZ ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഓൾസോ
ഓരോരോ നിമിഷം കഴിയുമ്പം അത് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് നീങ്ങിയല്ലേ പോകുന്നത്, മൂവ് ചെയ്യുവല്ലേ. അപ്പൊ രണ്ട് ബോഡിയിൽ നീങ്ങുന്ന തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് ഓബ്ജക്ട്സ് നീങ്ങുമ്പോൾ റിലേറ്റീവ് ടു വൺ അനദർ ഓരോത്തിന്റെ മോഷനും മറ്റേതിന്റെ മോഷനും സ്പീഡ് എങ്ങനായിരിക്കും, വേരി ചെയ്യുമോ, അല്ലെങ്കിൽ ഒന്നിന്റെ മറ്റേതിനെക്കാട്ടിൽ കൂടുതലാണോ, ഈ കാര്യങ്ങളൊക്കെ അല്ല അതിനകത്ത് ഡീൽ ചെയ്യുന്നത്. അപ്പൊ അടിസ്ഥാനപരമായിട്ട് അവിടെ ആ മൂവ്മെന്റ് ഉണ്ട്. എന്നിട്ട് പിന്നെ ഇങ്ങനെ തുടങ്ങിയിട്ട് അടുത്തത് അവര് മറ്റേ നമ്മുടെ ആ ഔട്ട്സൈഡ് വിഷ്വൽ വിഷനിലും ഇതുപോലെ നമ്മൾ ഓരോ സംഭവം കണ്ട് പോകുന്നത് അതും ഒരു തരം മൂവ്മെന്റിലോട്ട് അത് പറയുന്നത്. വാട്ട് ഈസ് ഇമ്മീഡിയറ്റ്ലി ഗിവൻ ടു എ പെർസെപ്ഷൻ, as we have explained, is an extended continuity on which the qualities, the varieties that are spread out in front of us. It is more specially a continuity of visual extension and therefore of color. അപ്പം അത് അങ്ങനെ കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ വൈവിധ്യമുള്ളത്, വേരിയേഷനൊക്കെ ഉള്ളത്, കളറേഷനൊക്കെ ഉള്ളതായിരിക്കും. Here there is nothing that is artificial, conventional or what is merely human. എന്തും കൊണ്ട് അങ്ങനെ പറയുന്നത് ആർട്ടിഫിഷ്യൽ അല്ലെന്ന്? ഈ വേരിയേഷൻ ഒക്കെ നമ്മുടെ നമ്മുടെ കോൺഷ്യസ്നെസ്സും ഉള്ളിടത്തോളം അത് ഉള്ളതാണ്. As long as we have the eyes and the consciousness, if they are not formed differently, we would not have considered that to be different. There would have been nonetheless something that should be unshakably real, which physics would bring about a solution, contrive to resolve in elementary vibration. Here there is nothing that is artificial, conventional, what is or what is merely human. Okay. Outside the colors would appear to us without doubt differently if our eyes and our consciousness were formed differently. Okay. അത് വ്യത്യസ്തമായിട്ട് ഫോം ചെയ്തില്ലെങ്കിൽ നമുക്ക് അത് വ്യത്യാസമായിട്ട് തോന്നത്തില്ലായിരുന്നു. Consciousness were different, the colors would have been different to us. അപ്പൊ ആ പറയുന്ന ആ പെർസെപ്ഷൻ തന്നെ നമുക്ക് വേറെ രീതിയിൽ കാണാൻ പറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ അതെ. Or also we could also think like that. Here there is nothing artificial. അപ്പൊ കാണുന്നതിനെ അല്ലെങ്കിൽ ആ ഉള്ള ബോധത്തിനെ കൊണ്ട് കാണുന്നതും അത് അതുപോലെ തന്നെയാണ്. അപ്പോ ആ കാണുന്നതിനെ അതുപോലെ കാണുന്നു, പക്ഷെ അതിന് കുറച്ചുകൂടെ ഒരു എലിമെന്ററി വൈബ്രേഷൻ വരുത്തിയിട്ട് കുറച്ചുകൂടെ റിയൽ ആക്കാന് ഫിസിക്സിന് പറ്റും. ദാറ്റ് ഈസ് ഈ എങ്ങനെ in brief, as long as we speak of a qualified continuity and modified quantitatively, such as a colored extension changing its colors, we immediately express without any human convention interposed what we see. എന്നറിഞ്ഞാൽ നമ്മളുടെ വ്യാഖ്യാനം ഇല്ലാതിരുന്നാൽ, അതിനെ അപ്പാടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് റിയാലിറ്റി ഉണ്ടാവും. We have no reason to suppose that we should not here be in the presence of reality itself. ഈ കാണുന്നത് അതല്ലാന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അതിനെ കാണുന്നു. And appearance should be credited to be real. അതാണ്. As long as it has not been demonstrated to be illusory. And this demonstration has never been made in the present case. ഈ മാറുന്ന കളറും അതിന്റെ ഷെയ്ഡ്സ് മാറുന്നതും, അല്ലെങ്കിൽ ചുറ്റി പറഞ്ഞാൽ പല കാര്യങ്ങൾ അവിടെ മൂവ്മെന്റ്സ് നടക്കുന്ന പല വേരിയേഷൻ, ഡിസ്റ്റൻസ് മാറുന്നത് ആ രീതിയിൽ എടുക്കാം. അല്ലെങ്കിൽ പല കാര്യങ്ങൾ അവിടെ സംഭവിക്കും. It is reality itself.
It is the presence of reality itself. An appearance should be credited to be real as long as it has not been demonstrated to be illusory. അതൊന്നും കാണിച്ചിട്ടില്ലല്ലോ. ഈ നടക്കുന്ന സംഭവം ഇല്യൂഷറി ആണെന്ന് നമുക്ക് എന്തെങ്കിലും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടോ? അത് ചെയ്തിട്ടില്ല. It was believed that ഒരു മിനിറ്റ്, ഇത് സെന്റൻസ് ഒന്നുകൂടി in brief. As long as we speak of a qualified continuity and modified quantitatively, such as a colored extension changing its color, we immediately express without any human convention interposed what we see. എന്ന് പറഞ്ഞാൽ മൈൻഡും കൊണ്ട് ഹ്യൂമൻ ഇൻ കൺവെൻഷൻ, കണ്ടീഷൻ മൈൻഡും കൊണ്ട് ഹ്യൂമൻ അത് ഉണ്ടായിട്ട് നമ്മൾ ഇന്റർപോസ് ചെയ്യാതിരുന്നാൽ എന്നാൽ no reason to suppose that we should not here be in the presence of reality itself. That is what we see it as it is. Yes. And appearance should be credited to be real as long as it has not been demonstrated to be illusionary. And this demonstration has never been made in the present case. നമ്മൾ കൺസിഡർ ചെയ്യുന്ന കേസ് എടുത്ത് നോക്കിയാൽ ഈ മാറുന്ന പൊസിഷനോ അല്ലെങ്കിൽ കളറേഷൻ എന്ന് പറയുന്ന ആ രീതിയിൽ ഇത് സിംബോളിക് ആയിട്ടായിരിക്കും പറയുന്നത്. ഇത് ഇങ്ങനെയൊക്കെ പറയുന്നത് അത് ഇല്യൂഷറി ആണെന്നൊന്നും തെളിയിച്ചിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് റിയൽ ആയിട്ട് എടുത്തുകൂടെ? ഇറ്റ് വാസ് ബിലീവ്ഡ് ദാറ്റ് ഇറ്റ് ഹാഡ് ബീൻ ഡൺ ബട്ട് ദാറ്റ് വാസ് ആൻ ഇല്യൂഷൻ. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ഇറ്റ് ഹാഡ് ബീൻ ഡൺ എന്ന് പറഞ്ഞാൽ സംഭവിച്ചിട്ടുണ്ട്. ബട്ട് ദാറ്റ് വാസ് ആൻ ഇല്യൂഷൻ. അതൊരു ഇല്യൂഷൻ ആയിരുന്നു. എങ്ങനെ ഇല്യൂഷൻ? വി തിങ്ക് വി ഹാവ് പ്രൂവ്ഡ് ദിസ് എന്ന് പറഞ്ഞാൽ ഇനി മറ്റേ തലത്തിലാണോ പറയുന്നത്? നമ്മൾ കാണുന്നതെല്ലാം തോന്നലുകളാണ് മനസ്സും കൊണ്ട് ഗ്രഹിച്ചാൽ. പക്ഷെ മറ്റേ തലത്തിൽ an appearance should be credited to be real as long as it has not been demonstrated to be illusionary, and this demonstration has never been made in the present case. So even in the physical frame, even related to theory ആയാലും see those concept that has been put out, unless that has been told to be wrong or illusionary, that should be held to be real. Real only. It should be considered to be real. അപ്പം അത് നെഗേറ്റ് ചെയ്യുന്നില്ല. It was believed that it had been done, but that was an illusion. We think we have proved this. Matter is presented to us as a reality. Yes, it is presented to us as a reality. But is it so in respect of such a body erected as an entity more or less independently? Matter body ആയിട്ട് വരുമ്പോൾ അല്ലേ? മാറ്റർ നമ്മൾ കാണുന്നത് ചുറ്റിനും കാണുന്ന മാറ്റർ റിയാലിറ്റിയാണ് ആ കണക്കില്. ഇല്യൂഷറി ആയിക്കോട്ടെ, മറ്റേ രീതിയിൽ ഇല്യൂഷറി എന്ന് പറയില്ലോ, മായാണെന്ന് പറയുന്ന ആ തരത്തിൽ അങ്ങനാണെങ്കിലും അങ്ങനെ എടുത്തോളൂ. അങ്ങനാണെങ്കിലും ദാറ്റ് ഇസ് ഐ തിങ്ക് വാട്ട് ഇസ് വി തിങ്ക് വി ഹാവ് പ്രൂവ്ഡ് ദിസ് എന്ന് പറയുന്നത് അതായിരിക്കും. നമ്മൾ പഠിച്ച കാര്യത്തിൽ നിന്നും സാധന ലെവലിൽ നിന്നും ഉള്ള നമുക്ക് കിട്ടുന്നതായിരിക്കും. അതിലേക്ക് നമുക്കിപ്പോ പോണ്ട. ഇപ്പൊ പറഞ്ഞ അദ്ദേഹം പറഞ്ഞു അത് നമ്മൾ വി ആർ ട്രൈങ് ടു evolve, get our ideas into it. Let us see as it is. Connectivity വരുമ്പോൾ so matter is presented as a reality. അപ്പൊ കാണുന്ന വസ്തു ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ നഗ്ന നേത്രങ്ങളുണ്ട് കാണുന്നത് unless it has been said to be illusionary, it is real. But having said so, then he says matter is thus present to us as reality. ഈ പറയുന്ന തത്വങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. Okay, but is it so in respect of such a body erected as an entity more or less
independently. എന്ന് പറഞ്ഞാൽ ബോഡി എന്ന് പറയുന്നത് ഈ വസ്തുക്കളൊന്നും അല്ലാതെ ഈ ഒരു ശരീരം തന്നെയെന്ന് വിചാരിച്ചാൽ അത് ഇറക്റ്റ് ചെയ്തത് ഇൻഡിപെൻഡന്റ്ലി എന്ന് പറയുമ്പം ബൈ ഇറ്റ് സെൽഫ് എന്നാണോ? അതെ. How did this came into being? അല്ലേ, അങ്ങനെയാണോ? അങ്ങനെ ആയിരിക്കും. നമുക്ക് നോക്കാം ഇതെന്താ ഉദ്ദേശിക്കുന്നത്. സോ എന്ന് പറഞ്ഞാൽ സെൽഫ് വില്ലും കൊണ്ടും അങ്ങനെയൊക്കെ. ഒരു ഹ്യൂമൻ ബോഡി തന്നെ എടുത്തോളൂ. ഹ്യൂമൻ ബോഡിക്ക് പഞ്ചഭൂതങ്ങളുണ്ട്. അപ്പൊ മാറ്റർ ഉണ്ട് അതിനകത്ത്. പക്ഷെ മാറ്ററിന് ഉപരി വേറെ എന്തോ ഉണ്ട് അതിനകത്ത്. വേറെ ഒരു ഇന്നർ ജിയോമെട്രിക് ഫ്രെയിമും ഉണ്ടല്ലോ. Let's come to that. Let us see what he is trying to say. Prospect of a body erected as entity more or less independently. അത് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാണ്. ഇൻഡിപെൻഡന്റ് ആണോ? ഇൻഡിപെൻഡന്റ് ആണോ? തന്നെയാണോ? The visual perception of a body result from the fragmentation which we could make on a colored surface which has been cut out by us in the continuity of extension. നമ്മുടെ മൂവ്മെന്റ് എക്സ്റ്റൻഷൻ ആയിരുന്നെന്ന് പറഞ്ഞില്ലേ? അതായത് ഭൗതിക തലത്തിൽ നമ്മൾ ഇതെല്ലാം കാഴ്ച കണ്ടങ്ങോട്ട് പോകുമ്പോൾ എക്സ്റ്റൻഷൻ ആണ്, മൂവ്മെന്റ് ആണ്. കളേർഡ് സർഫസിലെ ആ ഫ്രാഗ്മെന്റേഷൻ. അപ്പം ഈ ബോഡി എന്ന് പറയുന്നത് വിഷ്വൽ പെർസെപ്ഷൻ ഓഫ് ദ ബോഡി. ആക്ച്വലി ദിസ് ഇസ് എ ഔട്ടർ ഈ ഫ്രാഗ്മെന്റേഷൻ ഓഫ് ദ കളേർഡ് ദിസ് തിങ് ആണ്. അപ്പൊ അതാണ് ബോഡി എന്ന് പറയുന്നത്. അപ്പൊ വിഷ്വൽ പെർസെപ്ഷൻ എന്ന് പറയുന്നത്, അപ്പൊ അതാണ് ഈ പറയുന്ന ആ മായ തത്വത്തേക്ക് അദ്ദേഹം വരുവാണ്. ഇറ്റ്സ് ക്വൈറ്റ് ലൈക്ലി ദാറ്റ് ദിസ് ഫ്രാഗ്മെന്റേഷൻ ഈസ് ഡൈവേഴ്സ്ലി അഫക്റ്റഡ് ബൈ ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് അനിമൽസ്. Many of which are incapable of so beautiful, alle so beautiful. Many of which are incapable of proceeding into it, and those which are capable to regulate themselves in this operation on the basis of their activity and the nature of their needs. അതാണ് അനിമൽസ്. അപ്പൊ അതാണ് അകത്തേക്ക് വരുന്നത്. അതായത് പല തരത്തിലുള്ള അനിമൽസ് ഉണ്ട്. പക്ഷേ many of them are incapable of proceeding into it. Being aware and yes, ഇത് പല ഇത്ര എണ്ണത്തിന് അകത്തേക്ക് പോകാൻ പറ്റും. Regulate themselves in this operation on the basis of their activity, on the nature of their needs. അതെ. അപ്പോ അവന്റെ എവല്യൂഷനിന്റെ ഒരു തലമാണ് അത് വരുന്നത് അവിടെ. അപ്പൊ നേരത്തെ അദ്ദേഹം പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ പറയുന്നതിൽ എല്ലാത്തിലും പറയുന്നത് ഗുരുജി ഒക്കെ പറയുന്നതെന്ന് വെച്ചാൽ നിന്റെ ആവശ്യം അത് നമുക്ക് ഇതിൽ കൊണ്ടുവരാം. നിന്റെ ആവശ്യം, നമുക്ക് ആവശ്യമുള്ളത് പ്രകൃതി തന്നിട്ടുണ്ട്. അപ്പൊ ആ ആവശ്യം അനുസരിച്ചിട്ടാണ് according to your regulating yourself according to your needs. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാല് ബാക്കി അനിമൽസിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റൂല്ലോ എന്ന് പറഞ്ഞാൽ തന്നെ അത് ശരിക്കും നമ്മൾ പറയുന്നത് തെറ്റാണ്. കാരണം എന്ന് വെച്ചാല് മൃഗങ്ങളെ സംബന്ധിച്ചോളം അവന്റെ വയറ് നിറച്ചാണ് നിർത്തി. ഇറ്റ് ഡസന്റ് വാണ്ട് ടു എക്സ്പ്ലോയിറ്റ് സംതിങ്, അല്ലേ? അതിന് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അത് മര്യാദയോടെ കിടക്കും. പക്ഷെ മനുഷ്യൻ അങ്ങനെയാണല്ലോ. എത്ര കൂട്ടി ആൾമാരെ നിറച്ച് വെച്ചാലും he would not hesitate to kill another thing. അപ്പം അതാണ് രണ്ട് രീതിയിൽ അത് കാണണം. അല്ല, അതും കാണാം, മറ്റേ രീതിയിലും കാണാം, രണ്ട് തരത്തിലും കാണാം. അതായത് അകത്തേക്ക് പോകുന്ന രീതിയിൽ. അതെന്താണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് നോക്കാം. The bodies, as we said already, are tailored in the stuff of nature by a perception of which the scissor follow a dotted line on which
action would pass. would pass. കേട്ടോ? അപ്പം ശരിക്കും ഈ പറയുന്ന ഈ ഓരോത്തിനെയും ബോഡീസ് ശരിക്കും ദേ ഹാവ് ബീൻ ടൈലർഡ് മെയ്ഡ്. എന്താ അപ്പൊ അത് ശരിക്കും ആ കർമ്മവാസനകളാണോ അദ്ദേഹം ഉദ്ദേശിച്ച് പറയുന്നത്? നേച്ചർ എന്ന് പറയുമ്പം അത് തന്നെ. നേച്ചർ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ ആണ്. നേച്ചർ എന്ന് പറയുന്നത് ഇസ് എൻ എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ. അപ്പൊ ആ ലെവലില് ഇന്ദ്രിയ തലത്തിലാണെന്ന് ഉദ്ദേശിക്കുന്നതെന്നാണ്. പ്രീവിയസ് സെന്റൻസും നേച്ചർ ഓഫ് നീഡ്സ് ആ ഒരു ബേസിക് ഒരു ഔട്ട്സൈഡ് ഫ്രെയിമിലേക്കാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞു പോകുന്നത്. അതായത് മെയ്ഡ്, അപ്പം നീഡ്സ് ഇതെല്ലാം വരുന്നു, ബോഡി വരുന്നു, ആക്ടിവിറ്റി നേച്ചർ ഓഫ് നീഡ്സ് അനുസരിച്ചിട്ടാണ്. അപ്പം ഇത് പറഞ്ഞാല് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ കാർണിവോറും ഹെർബിവോറും ആ വരുമ്പോഴത്തേക്ക് ടൈലർ മെയ്ഡ്. ഇപ്പൊ അവർക്കാണെങ്കിൽ ഇന്ന ഫുഡ്, അപ്പൊ കാർണിവോറസ് ദേ ഹാവ് ദാറ്റ് ഫുഡ്, herbivore have their own that type of food. These are tailor made, their activities are tailor made. Appa they conceive ചെയ്യുന്നതോ എന്തൊക്കെ ആയി കഴിഞ്ഞു, these are all structured and they lead a life according to that. നമുക്കായാലും ഓരോരുത്തർക്കും ബോഡി സൈക്കിൾസും എല്ലാം ഉണ്ടല്ലോ. We are all tailor made by God. But the problem arises, അത് we'll see. അപ്പൊ അതാണ് തോന്നുന്നു അദ്ദേഹം പറഞ്ഞു വരുന്നത്. അപ്പൊ ആ എക്സ്റ്റേണൽ പ്ലാറ്റ്ഫോം such is what psychological analysis tells us. Okay, അതാണ് സൈക്കോളജിക്കലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിന് ആർക്കും ഇതില്ല. ആൻഡ് ഫിസിക്സ് കൺഫേംസ് ഇറ്റ്. യെസ്, മനോതലത്തിൽ അങ്ങനെയാണെന്ന് അവര് സമ്മതിക്കുന്നു. സയൻസ് കൺഫേംസ് ഇറ്റ്. Yes. It resolves the body into quasi-infinite number of elementary corpuscles. And at the same time, it shows such a body to be related to other bodies by 1,000 reciprocal actions and reactions. പരസ്പര കർമ്മബന്ധങ്ങളിൽ പെട്ടുപോയിരിക്കുന്നത്. It thus introduces into it as much of discontinuity, and also it establishes between itself and other things as much continuity that one guesses as amounting to what is artificial and conventional in our separation of matter into body. അപ്പം എനിക്ക് ജസ്റ്റ് അത് ഒരു ഇച്ചിരി എന്നല്ല ഇൻഫിനിറ്റ് അല്ല, ഞാൻ rather than going metaphysical, what is there any scientific this thing into this? See, the bodies, ipa nammal parayna ipa does it means we are related in the sense that the cells that each one of us have, see, these are essentially the same. What has created the body of X, Y or Z or the animal? Yes. See, ഇപ്പം നമ്മള് ഇപ്പം even animals, എന്തായാലും ബ്ലഡും ഇതും ഒക്കെ തന്നെയല്ലോ. ഓരോ സ്പീഷീസ് അനുസരിച്ച് it does vary, but essentially these are related to each other. Yes. And കാരണം അത് moreover when you say ഇതെന്തായാലും ഈ പഞ്ചഭൂതങ്ങൾ തന്നെ നിർമ്മിച്ചതാണല്ലോ ഇത്. അപ്പം പഞ്ചഭൂത മാറ്റർ അത് തന്നെ കൺവെൻഷനൽ ഇൻ അവർ സെപ്പറേഷൻ ഓഫ് മാറ്റർ ഇൻ ടു ബോഡി. അതായത് പഞ്ചഭൂതത്താൽ സൃഷ്ടിച്ച ആ മാറ്റർ തന്നെയാണ് ഈ ബോഡീസ് ഉണ്ടായത്. പക്ഷെ ഈ മാറ്ററിന് അപ്പുറം ഈ പറഞ്ഞ കാര്യങ്ങൾ പെർസെപ്ഷൻ, ആക്ഷൻ, ഇതെല്ലാം നീഡ് ബേസ്ഡ് ആയിട്ടുള്ള ചില ആക്ടിവിറ്റീസ്, ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ഇതൊക്കെ ഈ ഇതിന് അഡീഷണൽ ആയിട്ട് വരുമ്പം ഈ ബോഡി, ചലിക്കുന്ന ബോഡി, പല ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്ന ബോഡി, അതൊരു ബോഡി ആയിട്ട് മാറുന്നതാണ്. അപ്പൊ അതിന് ഇന്നറായിട്ട് എന്തോ ഒരു ജോമെട്രിക് ഫ്രെയിമിന്റെ ഒരു കാര്യം ഉണ്ട്. അതാണ് ഫ്രം മാറ്റർ ഇൻ ടു മാറ്റർ ആൻഡ് മൈൻഡ് എന്ന് പറഞ്ഞില്ലേ നമ്മൾ. മാറ്റർ ആൻഡ് മൈൻഡ് റിസൈഡ്സ് എന്ന് പറഞ്ഞ രണ്ടും ഉണ്ട് ഇതിനൊക്കെ. ബോഡി എന്ന് പറയുമ്പം ഓഫ് എ ലിവിങ് തിങ്, അതുപോലെ ഹ്യൂമൻ എന്ന തലത്തിലെടുത്താൽ ഇറ്റ് ഹാസ് മാറ്റർ ആൻഡ് ബോഡി, മാറ്റർ ആൻഡ് മൈൻഡ് ഇസ് ദെയർ എന്നുള്ള രീതിയിലാണ് ഇപ്പം നമ്മൾ പറഞ്ഞു പോകുന്നത്.
But if each body taken in isolation and stopped where these habits of perception bring it to a termination, habits of perception bring it to a termination. അതിൽ നിന്ന് വരുവാണെങ്കിൽ it is to a great extent a conventional being. How could it be the same with movement considered as affecting this body in isolation? ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയാൽ, മോളി പറഞ്ഞ കാര്യങ്ങൾ, പെർസെപ്ഷനും ഒക്കെ മാറ്റുവാണെങ്കിൽ പിന്നെ ഈ ബോഡിക്കകത്ത് നടക്കുന്ന മൂവ്മെന്റ്സ് അകത്ത് ദിസ് ബോഡി ഇൻ ഐസൊലേഷൻ but if each body taken in isolation and stopped where our habits of perception brings it to a termination, is to a great extent a conventional being. How could it not be the same with movement considered as affecting this body in isolation? ഒറ്റയ്ക്കാണെങ്കിൽ, അതായത് ഐസൊലേഷൻ എന്ന് പറഞ്ഞപ്പം ആ ബോഡി ഇൻ ഐസൊലേഷൻ എന്ന് ഉദ്ദേശിക്കുന്ന എന്താണ്? കൂട്ടായ്മയിൽ പോവാത്ത ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സ്ഥലമല്ലേ. അപ്പോൾ അവിടെ അങ്ങനെ വരുമ്പം ഈച്ച് ബോഡി, ഓരോ ബോഡി ഇറ്റ് ഇസ് ടേക്കൻ ഐസൊലേഷൻ, എന്നിട്ട് ഈ ഹാബിറ്റ്, പറഞ്ഞ മുകളിലത്തെ ഹാബിറ്റ് പെർസെപ്ഷനും അത് is brought to termination, is to a great extent a convention being. How could that is such body taken in isolation, which are habits of perception. These habits are other habits. അത് appointments layo. Such body, but if such body taken in isolation and stopped where our habits of perception bring it to a termination. അത് സാധന ആയിരിക്കുമോ? Perception brings it to a termination. Is to great extent a conventional being. How could it not be the same with movement considered as affecting this body? Anansamala. Body in isolation. They said there is but one motion which can be seen from inside, and of which we know that it constitutes by itself an event. This is the event that translates in the present itself to proper effort. The moment is used. അത് സെന്റൻസ് നല്ല ഒരു വളച്ച് അത് ഇരിക്കുന്നത്. ഈ അതിനകത്ത് ഉള്ള സംഗതി ഇതേ ഉള്ളൂ. ദാറ്റ് ഈസ് ഈ ഇങ്ങനെ മോളി പറഞ്ഞ ആ ബോഡി, ഇപ്പൊ നമ്മൾ പറഞ്ഞ ബോഡി, സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ആ ബോഡി ഓരോ എണ്ണമായിട്ട് എടുക്കുവാണെങ്കിൽ, എന്നിട്ട് അവിടുത്തെ ആ ഹാബിറ്റ്സ് ഓഫ് പെർസെപ്ഷൻ ഒക്കെ ടെർമിനേറ്റ് ചെയ്താൽ അതൊരു കൺവെൻഷണൽ ബീങ് ആയിട്ട് എടുക്കുവാണെങ്കിൽ, how could it not be the same with the movement considered as affecting this body in isolation? അങ്ങനെ വരുമ്പം അപ്പോൾ ഒരു ബോഡി തന്നെ ഐസൊലേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനകത്ത് നടക്കുന്ന കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമാണോ? എന്നിട്ട് അതിൽ നിന്നാണ് പറയുന്നത് ആ ആന്തരിക ആ മൂവ്മെന്റ് എന്താണെന്നാ പറയുന്നത്. ആസ് വി ഹാവ് സെഡ്, there is but one motion which can be seen from inside, and of which we know that it constitutes by itself an event. ആ മൂവ്മെന്റ് ആന്തരികമായിട്ട് ഈ ഹാബിറ്റ്സ് എല്ലാം ടെർമിനേറ്റ് ചെയ്ത് ഐസൊലേറ്റഡ് ആയിട്ട് ഉള്ള ഒരു ബോഡി. ഐ ഓൾവേസ് തിങ്ക് ഓഫ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ആസ് ഐസൊലേറ്റഡ് ബോഡി എന്ന് പറയുമ്പം പരിണാമമൊക്കെ സംഭവിച്ച ഒരു ബോഡി എന്ന് പറയാം ആ ഒരു തലത്തിൽ. ആസ് യു സെഡ്, there is but one motion. അപ്പൊ അകത്ത് അവിടെ എന്താ സംഭവിച്ചത്? there is a from inside there is a motion of which we know
that it constitutes by itself an event. This is the movement that translates and presents itself to our proper effort. അപ്പോൾ ഒരു ബോഡി, ആ ബീയിങ് അതിൻ്റെ എഫേർട്ട് മൂലം അതിൻ്റെ ഉള്ളിൽ ഒരു മോഷൻ വരുത്തിയിട്ട് ഒരു ഇവന്റ് അവിടെ ഉണ്ടാകുന്നു, ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നു. എൽസ്വെയർ വെൻ വി സീ എ മൂവ്മെന്റ് ബീങ് പ്രൊഡ്യൂസ്ഡ്, അതൊക്കെ ഈ ഉള്ളിലല്ലാത്ത വേറെ എവിടെങ്കിലും മൂവ്മെന്റ് ഉണ്ടെങ്കിൽ, all that we are sure of is that somewhere a modification is accomplished in the universe. ഇപ്പം പുറത്താണെങ്കിൽ യൂണിവേഴ്സിൽ എവിടെയോ ഒരു മാറ്റം, ഒരു മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ട്. The nature and exact place where this modification takes place eludes us. അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. എവിടാണ് ഇത്, എങ്ങനെയാണ് നടന്നതെന്ന് നേരത്തെ നമുക്ക് പറയാൻ പറ്റത്തില്ല സ്പേസിൽ. We could only note certain changes of position. സ്പേസിൽ ഒരു മാറ്റം, which are its visual and superficial aspects. And these changes are necessarily reciprocal, one related to the other. All movements, even our own, in as much as it is seen from outside and visualized. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നടക്കുന്നത് വേറെ ഒരാള് വെളിയിൽ നിന്ന് കാണുമ്പോൾ, വിഷ്വലൈസ് ഫ്രം ഔട്ട്സൈഡ്, ഇസ് therefore relative. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ കാണാൻ പറ്റുമെന്നല്ല, അതിന്റെ മാനിഫെസ്റ്റേഷൻ വല്ലതും കാണുമായിരിക്കും നമ്മളിൽ. പക്ഷെ പുറത്ത് നടക്കുന്ന സംഭവങ്ങളും ഈ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങളും അതെല്ലാം മോഷൻസ് ആയിട്ട് എടുക്കുവാണെങ്കിൽ, മൂവ്മെന്റ്സ് ആയിട്ട് എടുക്കുവാണെങ്കിൽ, എക്സ്റ്റേണൽ കാര്യങ്ങൾ ഇങ്ങനെ മാറി 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 എക്സ്റ്റൻഷൻസ് ഉണ്ടായി, പൊസിഷനിൽ മാറ്റം അല്ലെങ്കിൽ സംഭവങ്ങളിൽ മാറ്റം, നമ്മുടെ ഉള്ളിൽ ചില അവസ്ഥകൾ, മേ ബി കോൺസെൻട്രേഷൻ, ഫോക്കസിങ്, കോൺസെൻട്രേഷൻ, and then afterwards more awareness, ഈ മോഷൻ ഇവിടെ സംഭവിക്കുന്നത് വിത്ത് എഫർട്ട്. ആ മോഷനും, അതായത് ആന്തരിക മോഷനും ബാഹ്യമായ മോഷനും, ഇത് രണ്ടും റിലേറ്റീവ് ആണെന്നാണ് പറയുന്നത്. ഇന്നർ മൂവ്മെന്റ് ആൻഡ് ഔട്ടർ മൂവ്മെന്റ്സ്. ഔട്ടർ മൂവ്മെന്റ്സ് വിഷ്വൽ, ഇന്നർ മൂവ്മെന്റ്സ് വിഷ്വലൈസ്. എങ്ങനെ വിഷ്വലൈസ് ചെയ്യും? ആര് വിഷ്വലൈസ് ചെയ്യും? വെളിയിൽ ഒരു ഒബ്സർവർ വേണം. ആ ഒബ്സർവർ എങ്ങനെ വിഷ്വലൈസ് ചെയ്യും? നമ്മുടെ ആന്തരികമായിട്ടുള്ള, അല്ലെങ്കിൽ ആ എക്സ്റ്റേണൽ ഒബ്സർവർ നമ്മുടെ പോലെ അതേ ലെവലിൽ നിൽക്കണം. അപ്പൊ അറിയാൻ പറ്റും. കോൺഷ്യസ്നെസ് ലെവൽ ടു കോൺഷ്യസ്നെസ് ലെവൽ ആകുമ്പോൾ അറിയും. അത് വേറെയാണ്. അത് പക്ഷെ അതിലോട്ടൊന്നും അല്ല പോകുന്നത് ഇപ്പൊ നമ്മൾ. ഓൾ മൂവ്മെന്റ്, ഈവൻ അവർ ഓൺ, in as much as it is seen from outside and visualized, is therefore relative. അപ്പോൾ രണ്ട് തരം മോഷൻസ് ഉണ്ട് വരുമ്പോൾ, both are relative to one another. One is internal motion, inner motion, and the other one is the external movements, inner movements and external movements. What is more, it goes without saying that it is only about the ponderable matter with which we are here concerned. Ponderable matter എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആന്തരിക കാര്യങ്ങളല്ലേ നമുക്ക് ponderable ആയിട്ടുള്ള matter. The analysis that we have been making sufficiently, makes this clear. If color is a reality, it should be the same with the oscillation which takes place in some way at its interior. If the color is a reality, അപ്പൊ ബാഹ്യമായിട്ട് നടക്കുന്ന സംഗതികൾ ബാക്കി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇദ്ദേഹം അമ്മ നേരത്തെ പറഞ്ഞതനുസരിച്ച് ആ പറയുന്ന പ്രൊപ്പഗേഷനും ട്രാൻസ്പോർട്ടും ഒക്കെ പറയുന്ന കണക്ക് ലൈറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ പാർട്ടിക്കിൾ മൂവ്മെന്റ് ഫോർ ഇറ്റ്സ് പ്രൊപ്പഗേഷൻ. അതേ കണക്ക് തന്നെ നമുക്ക് ഈ പെർസെപ്ഷനില്, അല്ലെ, ഹ്യൂമൻ പെർസെപ്ഷന്റെ ലിമിറ്റ്സിൽ നമ്മൾ നിൽക്കണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പൊ പോയിന്റില്ല ആ പെർസെപ്ഷനിൽ. അതാണ് ശരിക്കും അദ്ദേഹം പറയുന്നത്. ഈ പാരഗ്രാഫ് എടുത്താലും അദ്ദേഹം ഹീസ് ഗോയിങ് സംവെയർ ആൻഡ് ഹീസ് ട്രൈങ് ടു ലേ ഔട്ട് ദ ലിമിറ്റ്സ് of the body. That's what he is trying to say in this paragraph. അപ്പോൾ ആ ബോഡിയുടെ ലിമിറ്റ്സും ഇപ്പോൾ അത് പിന്നെ പെർസെപ്ച്വൽ ലെവലിൽ പറഞ്ഞ പോലെ ബാഹ്യമായിട്ടുള്ളത് കണ്ടുകൊണ്ടിരുന്നാലും അതിന് അത് റിയാലിറ്റി ആയിട്ട് വിചാരിച്ചാൽ
അത് എന്തുമായിട്ട് സംയോജിക്കണം അല്ലെങ്കിൽ കോംപ്ലിമെന്റ് ചെയ്യണം വിത്ത് ഓസിലേഷൻസ് വിച്ച് ടേക്സ് പ്ലേസ് ഇൻ സം വേ അറ്റ് ഇറ്റ്സ് ഇന്റീരിയേഴ്സ്. ആ ബോഡിയുടെ പുറമേ ഉള്ള റിയാലിറ്റി ആണെങ്കിൽ ഇറ്റ് ഷുഡ് കൺഫോം ടു ദ ഓസിലേഷൻ വിച്ച് ടേക്സ് പ്ലേസ് ഇൻ സം വേ അറ്റ് ഇറ്റ്സ് ഇന്റീരിയേഴ്സ്. should be because of its absolute, അത് വേറെ ഒന്ന്, should be because of its absolute character still call them movements. അപ്പോ ബാഹ്യമായിട്ടുള്ള ഈ കളർ ചേഞ്ചസ്, പെർസെപ്ഷൻ ചേഞ്ചസ്, ആക്ഷൻ എല്ലാം പിന്നെ റെസിപ്രോക്കൽ ആക്ഷൻസും ഇന്ററാക്ഷൻസും ഇതെല്ലാം നമ്മൾ പറഞ്ഞു വന്ന സംഗതികളെല്ലാം മൈൻഡ് ലെവലിൽ നിന്ന് ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും അതെല്ലാം എടുത്തു വരുമ്പോൾ he stops with this question mark. Essentially the point he is trying to put out here is he's saying that ഈ പറയുന്ന കളർഫുള്ള് ഇതുണ്ട്, ബോഡീസ് ഉണ്ട്, ബോഡീസ് ഉള്ളപ്പോൾ തന്നെ മാറ്റർ ഉണ്ട്, അത് ഈ പല സ്പീഷീസ് ഓഫ് ആനിമൽസ് ആയാലും അതുണ്ട്. അപ്പം അവരുടേതായ അവർക്ക് ഒരു ഓറിയന്റേഷൻ അവർക്കുണ്ട്, ഇവർ തമ്മിൽ ബന്ധങ്ങളും ഉണ്ട്, തമ്മിൽ കോൺഫ്ലിക്റ്റും ഉണ്ട്. ഇതെല്ലാം ആ ബോഡി പെർസെപ്ഷൻ ലെവലിൽ നിൽക്കുകയാണ്. ദെൻ ഇറ്റ് ടോക്സ് ഓഫ് various moments taking, oscillations taking place and the color changes taking place. ഇതെല്ലാം പറയുമ്പോൾ തന്നെ ഫൈനലി he puts out when he says that everything moves without dependency on other things. That is, everything exists by itself. If everything has its own existence, as the light, for the movement of the light, it does not depend upon any matter. So whether the body can exist independently like that. അപ്പം ഈ പെർസെപ്ഷൻസിന് നമ്മൾ എത്രമാത്രം നിലനിൽപ്പ്, അല്ലെങ്കിൽ ഹ്യൂമൻ കൺസെപ്ഷൻസും പെർസെപ്ഷൻസിനും എത്രമാത്രം പ്രസക്തിയുണ്ട്, അതാണ് അദ്ദേഹം കൊണ്ടുവെക്കണം. ആ ഒരു ഇത് വരണമല്ലോ. കാരണം ഇതാണ് നമ്മുടെ മൈൻഡ് ലെവലിൽ നിൽക്കുന്നത്. കാരണം ഡൈവേഴ്സിറ്റിയിൽ നിൽക്കുവാണ്, ഒരു ബോഡിയുടെ ഇത് നിൽക്കുവാണ്. അത് നമ്മൾ ചുറ്റുമുള്ള കളറിനെയും ഇന്ററാക്ഷൻസിനെയും റെസിപ്രോസിറ്റിയും ഇതും എല്ലാം നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ്. ആക്ഷൻസ്, റിയാക്ഷൻസ്, ഇതിലെല്ലാം നിൽക്കുകയാണ്. ബട്ട് അതാണോ ഹ്യൂമൻ പെർസെപ്ഷനും ബിയോണ്ട്? അത് നടക്കുമ്പോൾ ഉള്ളിലും ഒരു വൈബ്രേഷൻ, ഒരു ഓസിലേഷൻ ഉണ്ട്. അതാണോ ശരിയായിട്ടുള്ളത് എന്നാണ് ചോദ്യം. അത് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഇതിലേക്ക് നമുക്ക് പോകാം. ഇപ്പൊ വി ആർ ഓൾമോസ്റ്റ് റൈറ്റ്. ശരി ശരി. We humbly bow and ourselves before the all ever-pervading effulgence of the absolute love. This Hari Om.